കേസ് അട്ടിമറിയിൽ വിശദീകരണം നൽകാതെ എം.ആർ. അജിത് കുമാർ. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ചെന്ന SIT റിപ്പോർട്ടിന്മേൽ DGP ആവശ്യപ്പെട്ട വിശദീകരണം കഴിഞ്ഞ ദിവസവും നൽകാതെ ADGP എം.ആർ. അജിത് കുമാർ. കേരളത്തിന് പുറത്ത് സ്വകാര്യ സന്ദർശനത്തിലായിരുന്ന അജിത് കുമാർ തലസ്ഥാനത്ത് തിരിച്ചെത്തിയെങ്കിലും വിശദീകരണം നൽകിയിട്ടില്ല. ഉടനടി വിശദീകരണം നൽകാനായിരുന്നു DGPയുടെ നിർദ്ദേശം. അജിത് കുമാറിന്റെ വിശദീകരണം ലഭിച്ച ശേഷമേ നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ട് DGPക്ക് അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് കൈമാറാനാകൂ. ഭരണം മാറിയിട്ടും വിസ്മയമായി എം.ആർ. അജിത് കുമാർ തുടരുന്നത് യൂത്ത് കോൺഗ്രസിൽ വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. കേരളത്തിന് പുറത്താണെന്നും രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിയിൽ വിശദീകരണം നൽകുന്നത് വൈകുമെന്നും എം.ആർ. അജിത് കുമാർ പറയുമ്പോൾ ഇതൊരു രക്ഷപ്പെടൽ തന്ത്രമാണോ, ലക്ഷ്യം DGP പ്രൊമോഷനാണോ? പോലീസ് സേനയ്ക്കുള്ളിൽ അട്ടിമറി സജീവമെന്ന് വ്യക്തം. പ്രൊമോഷൻ ഉറപ്പിക്കാൻ രണ്ടും കൽപ്പിച്ച് എം.ആർ. സ്വാധീനം വീണ്ടും ചർച്ചകളിൽ എന്ന തലക്കെട്ടുകളും മാധ്യമങ്ങളിൽ നിറയുകയാണ്. ഏതായാലും ADGP എം.ആർ. അജിത് കുമാർ നടപടിയിൽ നിന്നും രക്ഷപ്പെടാൻ നീക്കങ്ങൾ നടത്തുന്നുണ്ടോ എന്ന ചോദ്യങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് രക്ഷപ്പെടുത്താൻ ഉന്നത തലത്തിൽ വൈകിപ്പിക്കൽ തന്ത്രം പുറത്തെടുക്കുന്നതാണോ എന്ന സൂചനകൾ. സംസ്ഥാന പോലീസ് മേധാവി ആവശ്യപ്പെട്ട അടിയന്തര വിശദീകരണം നൽകാതെ താൻ കേരളത്തിന് പുറത്താണെന്ന ന്യായവാദം ഉന്നയിക്കുന്നത് കേസ് ഡയറി തിരുത്തിയ കേസിൽ നിന്നും DGP സ്ഥാനക്കയറ്റത്തിനുള്ള സമിതി DPC യോഗം കഴിയുന്നതുവരെ സമയം നീട്ടിയെടുക്കാനുള്ള ബോധപൂർവമായ നീക്കമായാണ് ചിലർ പറയുന്നത്. നിലവിൽ ബിവറേജസ് കോർപ്പറേഷൻ MD-ആയ അജിത് കുമാറിനോട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ എത്രയും വേഗം വിശദീകരണം നൽകണമെന്നാണ് സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് നിർദ്ദേശിച്ചത്. എന്നാൽ സ്വകാര്യ സന്ദർശനത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന് പുറത്താണെന്നും മടങ്ങിയെത്തിയ ശേഷം മാത്രമേ മറുപടി നൽകാനാകൂ എന്നും അറിയിച്ചുകൊണ്ട് ADGP നൽകിയ കത്ത് പോലീസിലെ ഒരു വിഭാഗത്തിന്റെ കൃത്യമായ തിരക്കഥയുടെ ഭാഗമാണെന്നും ആക്ഷേപമുണ്ട്. അജിത് കുമാറിന്റെ വിശദീകരണം ലഭിച്ച ശേഷം മാത്രമേ DGPക്ക് ഈ അന്വേഷണ റിപ്പോർട്ട് തുടർ നടപടികൾക്കായി ആഭ്യന്തര വകുപ്പിന് കൈമാറാൻ സാധിക്കൂ. ഈ നിയമപരമായ സാങ്കേതികത്വം തന്നെയാണ് ADGPക്ക് തനിക്ക് അനുകൂലമായ ആയുധമാക്കി മാറ്റിയിരിക്കുന്നത്. DGP സ്ഥാനക്കയറ്റത്തിനുള്ള സമിതി യോഗം ചേരുന്നതുവരെ ഈ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് മുന്നിൽ എത്താതിരുന്നാൽ യാതൊരുവിധ അച്ചടക്ക നടപടികളോ കറകളോ ഇല്ലാതെ അജിത് കുമാറിന് DGP പദവിയിലേക്ക് ഉയരാൻ സാധിക്കും. ആദ്യ അന്വേഷണത്തിലെ കേസ് ഡയറി തിരുത്തിയതടക്കമുള്ള അതീവ ഗുരുതരമായ ഇടപെടലുകൾ അക്കമിട്ട് നിരത്തിയാണ് ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ കേസ് അട്ടിമറിക്കാൻ നടത്തിയ നിയമവിരുദ്ധമായ നീക്കങ്ങൾ വ്യക്തമായിട്ടും അദ്ദേഹത്തിന് വിശദീകരണം നൽകാൻ ദിവസങ്ങൾ വിട്ടു നൽകുന്നത് പോലീസിലെ ചില ഉന്നതർ ഒത്തുകളിക്കുന്നതിൻ്റെ വ്യക്തമായ തെളിവാണെന്നാണ് ആക്ഷേപം.